ഒരാൾക്ക് നല്ല കൂർക്കം വലിയുണ്ട്, രാത്രി ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ട്, രാവിലെ എണീറ്റാൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ല ലൈഫിനെ ബാധിക്കുന്നു. അപ്പം അങ്ങനെ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? ആരെയാണ് പോയി കാണേണ്ടത്? എനിക്ക് തോന്നുന്നു കൂർക്കം വലിയുള്ള ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആരെടുത്ത് പോയാലും ഇപ്പോൾ പൾമോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാം, ENT സർജൻ്റെ അടുത്ത് പോകാം, ഡെൻ്റലിൻ്റെ അടുത്ത് പോകാം. കാരണം അവരാണ് കൂടുതൽ വായൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തായിരിക്കും പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ പൾമോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും, ENTക്കാരുടെ അടുത്ത് പോകും. ബേസിക് ആയിട്ട് ചെയ്യേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്ന് സ്ലീപ്പ് സ്റ്റഡി അല്ലേ? അതെ, സ്ലീപ്പ് സ്റ്റഡി എന്തായാലും വേണം. അതായത് ഉറക്കത്തിനെ ബാധിക്കുന്ന ഏകദേശം 10-100ഓളം അസുഖങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഇത് സ്ലീപ്പ് അപ്നിയ തന്നെയാണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അത് സിവിയറിറ്റി നോക്കണം. അപ്പോൾ ഈ രണ്ടിനും സ്ലീപ്പ് സ്റ്റഡി മസ്റ്റാണ്. അതായത് ആ ഒബ്സ്ട്രക്ഷൻ കൊണ്ട് തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ആണോ എന്ന്, അതെ ആ തടസ്സം കൊണ്ടുള്ള സ്ലീപ്പ് ആണോ എന്നുള്ള നമുക്ക് പോളിസോംനോഗ്രാഫി മസ്റ്റാണ്. അത് നമ്മളിങ്ങനെ ഒരു ദിവസം രാത്രി ഉറങ്ങിയിട്ട് രാത്രി ഉറങ്ങുമ്പോൾ അവർ ആ മെഷീൻ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഒന്നാണ് എൻഡോസ്കോപ്പി, എവേക്ക് എൻഡോസ്കോപ്പി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ മൂക്കും തൊണ്ടൊക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കുന്ന പരിപാടി. അതായത് ആ എൻഡോസ്കോപ്പ് മൂക്കിലോട്ട് മൂക്ക് തൊട്ട് നമ്മുടെ ശ്വാസം നമ്മൾ പറയുന്ന ആ ഒരു ശ്വാസം പോകുന്ന വഴിയിൽ എവിടെയൊക്കെ തടസ്സം ഉണ്ടെന്ന് നമ്മൾ നോക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പം കുറേ പേഷ്യൻറ്റുള്ള സംശയമാണ്, നമ്മളിപ്പോൾ ഉറങ്ങുമ്പോഴാണല്ലോ ഈ തടസ്സം വരുന്നത്. അപ്പം നമ്മൾ എണീറ്റിരിക്കുമ്പോൾ നമ്മളിത് ചെയ്തിട്ട് നമുക്ക് ഫുൾ അറിയാൻ പറ്റുമെന്ന് ചിലർ ചോദിക്കാറുണ്ട്. അല്ല, നമുക്ക് ഏകദേശം ഒരു ഈ സ്റ്റാറ്റിക് ബ്ലോക്ക് എന്നൊക്കെ പറയുമല്ലോ. അതായത് ഇപ്പോൾ മൂക്കിന്റെ പാലത്തിന്റെ വളവുണ്ട്, അല്ലെങ്കിൽ ദശയുണ്ട്, ടോൺസിൽ ഭയങ്കര വലുതാണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഈ സാധനം മതി. കാരണം ഇതിനെ കൊണ്ട് വലിയൊരു എക്സ്പെൻസീവ് പരിപാടി ഒന്നും അല്ല, സെഡേഷൻ ഒന്നും വേണ്ട. പക്ഷെ അതിൽ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ലെങ്കിലോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്ലീപ്പ് എൻഡോസ്കോപ്പി ചെയ്യണം അല്ലേ? അതായത് ഡ്രഗ് ഇൻഡ്യൂസ് സ്ലീപ്പ് എൻഡോസ്കോപ്പി അഥവാ സ്ലീപ്പ് എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ആ പ്രൊസീജിയർ ചെയ്യണം. നമ്മൾ ജസ്റ്റ് പേഷ്യന്റ് സാധാരണഗതിയിൽ ഉറങ്ങുന്ന പോലെ ഇഞ്ചക്ഷൻ കൊടുത്ത് നമ്മൾ മയക്കിയിട്ട് നാച്ചുറൽ സ്ലീപ്പിനെ മിമിക് ചെയ്യും. ആ സമയത്ത് പേഷ്യന്റ് സ്നോർ ചെയ്യുമ്പോൾ എൻഡോസ്കോപ്പ്, അതായത് ആ റിയൽ ടൈം സ്നോറിംഗ് ടൈമിൽ നമ്മൾ എൻഡോസ്കോപ്പ് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ എവിടേക്കാണ് ബ്ലോക്ക് എന്ന് നമുക്ക് മനസ്സിലാവും.